വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. അടുത്ത് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്. സെയിം തന്നെ പീച്ച് കോമ്പിനേഷനിലാണ് വർക്ക് പോയിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള ഐറ്റം കേട്ടോ. പിന്നെ അക്കോബയുടെ ഭംഗി എന്തായാലും ഉണ്ട്. കറക്റ്റായിട്ട് തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ നെക്ക് വരുന്നതൊക്കെ നമ്മളിങ്ങനെ പിടിക്കുന്നതിന്റെ കറക്റ്റ് ഇതല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടത്തില്ല. നല്ലൊരു സ്ക്വയർ പാറ്റേണുള്ള യോക്ക് പോർഷനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ അക്കോബ ഡിസൈൻ ഫ്രണ്ട് പോർഷൻ വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ബോർഡറിലും അകത്തും ഒക്കെ വർക്ക് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും വർക്കുണ്ട്. ഈ ഓപ്പോസിറ്റ് സൈഡിലും കുഞ്ഞു കുഞ്ഞായിട്ട് ആ ഒരു പീച്ചിന്റെ കോമ്പിനേഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നല്ല വീതിയായിട്ട് തന്നെ വർക്ക് വരും. ബോട്ടം സെയിം കളർ, സാറ്റിൻ മെറ്റീരിയൽ. നമ്പർ W280, റേറ്റ് 1120. അടുത്ത് വരുന്നത് ഒരു ഡാർക്ക് ഒനിയൻ പിങ്കിന്റെ കൃഷിയില്ല ആ ടൈപ്പ് കളറാട്ടോ. ഭയങ്കര തെളിഞ്ഞു നിൽക്കത്തില്ല, എന്നാൽ ഭയങ്കര മങ്ങലും അങ്ങനെയും പറയാൻ പറ്റില്ല. നല്ല കളറാണ്. ഡാർക്ക് ഡസ്റ്റി ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ. കുറച്ചൊരു ഡിഫറെന്റ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ ഇതിലും സെയിം തന്നെ വർക്ക്. ഇതിൻ്റെ അകത്താകുമ്പോൾ ആ പീച്ചിന്റെ ആ ഒരു ഫ്ലവറിന്റെ സെയിം കളർ മെയിൻ ഷെയ്ഡും കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ ടോൺ ടു ടോൺ ആയിട്ട് മൊത്തം ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. മൊത്തം വർക്കിനും എല്ലാത്തിനും ആ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ദുപ്പട്ടയിലും സെയിം വർക്ക്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്, വാഷബിൾ ആണ്. ഷാമ്പു വാഷ് എല്ലാത്തിനും പോസിബിൾ ആട്ടോ. അല്ലാത്തതുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് തരിക. ഇതെല്ലാം നോർമൽ നമുക്ക് ഷാമ്പു വാഷ് ചെയ്തെടുക്കാം. ഒരു ഐറ്റംസും നമ്മൾ റേറ്റ് കുറഞ്ഞാണെങ്കിൽ പോലും വാഷിംഗ് മെഷീനിൽ ഇടാൻ നമ്മൾ പറയില്ല കേട്ടോ. കാരണം മെറ്റീരിയൽ എപ്പോഴും വാഷ് ചെയ്യുമ്പം ഒത്തിരി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കാണാനുള്ള ഭംഗി കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാം ഷാമ്പു വാഷ് ചെയ്താൽ മതി. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. ഇതിൻ്റെ നമ്പർ W278, റേറ്റ് വരുന്നത് 1120. ഇതിൽ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഡസ്റ്റി ബ്ലൂ ടൈപ്പ് കളർ തന്നെയാണ്. ഭയങ്കര ഡസ്റ്റി അല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡാർക്കർ ഡസ്റ്റി ആ ടൈപ്പ് ഒരു ടോണാണ് വരുന്നത്. അപ്പോൾ ഇതും ബ്ലൂവിൻ്റെ തന്നെ നോർമൽ ബ്ലൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഡബിൾ ടോണിൽ എവിടെ ഒരു വയലറ്റ് കളറൊക്കെ കയറി വരുന്നുണ്ട്. എന്നാൽ ഭയങ്കര ബ്ലൂ അല്ല താനും. അതിന് രണ്ടും കൂടെ ഇറക്കി നിൽക്കുന്ന ഒരു ഷെയ്ഡ്. പീച്ചാണ് കോമ്പിനേഷൻ. ഫ്രണ്ട് പോർഷനിൽ ഫുൾ അക്കോബയാണ്. അക്കോബ ഞാൻ കാണിച്ചായിരുന്നു. ഇതുപോലെ കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള അക്കോബയാണ് കൊടുത്തേക്കുന്നത്. അതും ഈ ഒരു ബ്ലെൻഡഡ് ഫാബ്രിക് അല്ലേ, സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡഡ് ഫാബ്രിക്കിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിലില്ല, ഫ്രണ്ടിലാണ് മെയിൻ ആയിട്ട് അക്കോബ ഡിസൈൻ വരുന്നത് കേട്ടോ. പിന്നെ നമ്പർ W279, റേറ്റ് 1120.